This is Asina Hussain and welcome to my channel. ശരിക്കും ഒരു പ്രൊഡക്റ്റ് അത് ഞാൻ അപ്ലൈ ചെയ്ത ശേഷം എനിക്ക് എപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്യാറ് ഫേസ് നല്ല റിഫ്രഷ് ആയിട്ട് നല്ല ക്ലീൻ ആയി പോലെയാണ്. നമ്മൾ ഒരുപാട് ഉറങ്ങി എണീറ്റ ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ നമുക്ക് റിഫ്രഷ് ഒരുപാട് ഭയങ്കര ഹെൽത്തി ആയി നല്ലൊരു ഫ്രഷ്നെസ് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതുപോലെയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീലിംഗ്. ഇത് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ആൻഡ് അപ്പോൾ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കണ്ടേ. സോ ഇന്നത്തെ പ്രൊഡക്റ്റ് നമ്മുടെ ടോണറാണ്. ഇത് സെറ്റാഫിൽ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് ബ്രൈറ്റ്നെസ് റിഫ്രഷ് ടോണറാണ്. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്കിൻ നല്ല സോഫ്റ്റ് ചെയ്യാൻ, സ്മൂത്ത് ചെയ്യാൻ ആൻഡ് നോൺ സ്റ്റിക്ക് അല്ലാതെ നല്ല റിഫ്രഷിങ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ പ്രൊഡക്ട്സ് അങ്ങനെ തന്നെ ഞാൻ ഓൾമോസ്റ്റ് 2 months അല്ലെങ്കിൽ 3 months. ഫൗണ്ടേഷൻ എങ്കിൽ ഞാൻ 4-5 times ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാറ്. ടോണർ എൻ്റെ കയ്യിൽ വേറൊരു ടോണറും ഉണ്ട്, പിക്സിയുടെ ടോണർ ഉണ്ട് ആൻഡ് ഇതും രണ്ടും ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ഓൾമോസ്റ്റ് ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ആൻഡ് കറൻ്റ്ലി ഏറ്റവും ഫേവറേറ്റ് ആയി എന്ന് തോന്നിയ 2 ടോണേഴ്സാണ്. ഒന്ന് പിക്സിയുടെ ഗ്ലോ ടോണിക് ടോണർ ആൻഡ് സെക്കൻഡ് വൺ സെറ്റാഫിൽ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് ടോണർ. ഈ 2 പ്രൊഡക്ട്സും ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. വെഡിങ് ഫംഗ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പിക്സിയുടെ ടോണറാണ് യൂസ് ചെയ്യാറ്, കാരണം അത് ലോങ് ലാസ്റ്റിംഗ് പ്രൊഡക്റ്റാണ് ആൻഡ് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ആണ് നമ്മുടെ ഫേസിൽ. ഞാൻ ഓൾറെഡി ആ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് നോർമലി യൂസ് ചെയ്യാൻ പുറത്ത് പോകണമെങ്കിൽ ഔട്ടിങ്ങിന് പോകുമ്പോഴാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറ്. സീറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം ഫേസ് ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്ത ശേഷം നമ്മൾ ഈ ടോണർ കോട്ടൺ പാഡിലെടുത്ത് നമ്മൾ ഫേസ് മുഴുവൻ നല്ലപോലെ സ്വൈപ്പ് ചെയ്ത ശേഷം നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും നമ്മുടെ ലിപ്സ് ഏരിയയിൽ അപ്ലൈ ചെയ്യരുത്. നമ്മുടെ ഫേസ്, നോസ്, ഫോർഹെഡ് അങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ കോട്ടൺ പാഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഫേസിൽ എക്സ്ട്രാ നമ്മൾക്ക് കാണാത്തതും ആൻഡ് റിമൂവ് ആവാത്ത ഡേർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കോട്ടൺ പാഡിൽ കാണാൻ കഴിയും. സോ ഈ ടോണർ എന്ന് പറയുന്നത് റിഫ്രഷിങ് ചെയ്യുക മാത്രമല്ല നല്ലൊരു ക്ലെൻസിങ്ങും കൂടിയാണ് നമുക്ക് ഈ ടോണർ ചെയ്യുന്നത്. ടോണർ നമുക്ക് 2 സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം. ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം നമ്മുടെ pH ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ നമുക്ക് ടോണർ അപ്ലൈ ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ ടോണർ നമുക്ക് മേക്കപ്പ് എല്ലാം ചെയ്ത് അത് റിമൂവ് ചെയ്ത് ഫേസ് നല്ലപോലെ 2-3 times നമ്മൾ മൈസലർ വാട്ടർ എല്ലാം യൂസ് ചെയ്ത് ക്ലെൻസിങ് ബാം യൂസ് ചെയ്ത് മേക്കപ്പ് റിമൂവ് ചെയ്ത് അതിനുശേഷം വീണ്ടും നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തു. ആൻഡ് നമ്മുടെ ഫേസിലുള്ള എക്സ്ട്രാ മേക്കപ്പ് ഞാൻ പറഞ്ഞില്ലേ, അത് ഡേർട്ടായാലും ശരി എന്തായാലും ശരി എക്സ്ട്രാ ക്ലെൻസിങ് പ്രോസസ്സായിട്ടും നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം. ടോണർ അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസിലുള്ള എക്സ്ട്രാ ഡേർട്ട് എല്ലാം റിമൂവ് ആവുകയും ആൻഡ് നമ്മുടെ pH ബാലൻസ് നിലനിർത്താനും നമുക്ക് ടോണർ ഹെൽപ്പ് ചെയ്യും. ടോണർ നമ്മുടെ ഫേസ് ഡീപ്പ് ക്ലെൻസിങ് ചെയ്യാനും pH ബാലൻസ് റീസ്റ്റോർ ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിൻ പോർസ് ഉണ്ടെങ്കിൽ അതെല്ലാം മിനിമൈസ് ചെയ്ത് നമ്മുടെ സ്കിന്നിലൊരു നല്ല സോഫ്റ്റ് സ്മൂത്ത് ടെക്സ്ചർ നൽകാനും കൂടി നമുക്ക് ടോണർ ഹെൽപ്ഫുള്ളാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരിക്കലും നിങ്ങൾ അണ്ടർ ബഡ്ജറ്റിൽ വാങ്ങരുത്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒരിക്കലും, മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്നില്ല, നമ്മൾ 24 hours അപ്ലൈ ചെയ്യുന്നില്ല. ബട്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സ് എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം അപ്ലൈ ചെയ്യാൻ. ഇതുപോലെ ഡീപ്പ് ക്ലെൻസിങ് ചെയ്യാൻ, pH ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ, സ്കിൻ പോർസ് മിനിമൈസ് ചെയ്യാനും സ്കിൻ നല്ല ക്ലെൻസിങ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് നമ്മൾ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം. ഇത് ആക്ച്വലി 36 ഇത് മില്ലി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. 150 ml പ്രൊഡക്റ്റിന് 1099 rupees. നിങ്ങൾക്കിത് നൈക്കല്ല, നിങ്ങൾക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്ത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നൈക്ക ഓക്കെയാണ്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓഫേഴ്സ് ഉണ്ടാവണം എന്നില്ല. സോ നൈക്കാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫേഴ്സ് ഉണ്ടാവും. പിങ്ക് സെയിൽ അങ്ങനെ ഒരുപാട് സെയിൽസ് വരും. സോ കാർട്ടിലിട്ട് വെച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓക്കെ ആണ് തോന്നിയ സമയത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ റിവ്യൂ ചെയ്ത പിക്സി ഗ്ലോ ടോണിക് ടോണർ 1550 ആണ്. അത് ബ്രൈഡൽ മേക്കപ്പിനായാലും ശരി നമ്മൾ ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പിന് നമ്മൾ വെഡ്ഡിങ്ങിന് പോകണമെങ്കിൽ ഔട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു
ടോണറാണ്, പിക്സിഡ് ഗ്ലോ ടോണിക് ടോണർ. ഇതും അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്കിത് ഡെയിലിയും യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് 2 ടൈംസ് ഈ ടോണർ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ നോട്ടീസ് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് നല്ലപോലെ ക്ലീനായി ആൻഡ് സ്മൂത്തായി. അത് മാത്രമല്ല ഈ ടോണർ അപ്ലൈ ചെയ്ത് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നോക്കിയപ്പോൾ ഫേസിൽ നല്ലൊരു ഇല്യൂമിനേറ്റിംഗ്, നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ടോണർ എനിക്ക് അത്രയും ഇഷ്ടമായി. പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഫേസ് ക്ലെൻസ് ചെയ്ത് ടോണർ അപ്ലൈ ചെയ്യും, അതിനുശേഷം ടൈം ഉണ്ടെങ്കിൽ സിറം അപ്ലൈ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റായി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും ശരി നമ്മുടെ ഈ ടോണറിൻ്റെ ഗ്ലോ നമ്മുടെ ഫേസിൽ കാണും. ഈ ടോണർ സെറ്റാഫിൽ ബ്രാൻഡിൻ്റെയാണ്. സോ സെറ്റാഫിൽ പ്രൊഡക്ട്സാണ് ഏറ്റവും കൂടുതൽ ഡെർമറ്റോളജിസ്റ്റാണ് നമുക്ക് റിക്കമെൻഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ സെറ്റാഫിലിൻ്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് സിറം ഞാൻ റിവ്യൂ ചെയ്തിരുന്നു. ഇപ്പോൾ സെറ്റാഫിലിൻ്റെ ടോണറാണ് ആൻഡ് സെറ്റാഫിലിൻ്റെ ക്ലെൻസർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സെറ്റാഫിലിൻ്റെ പ്രൊഡക്ട്സ് ഹൈ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. പ്രൈസും കൂടുതൽ തന്നെയാണ്. സെറ്റാഫിലിൻ്റെ സിറം 2300 സംതിങ് ആണ് വരുന്നത്. ഇത് ടോണർ 1999 റുപ്പീസ്. അതേപോലെ തന്നെ ക്ലെൻസർ 429 റുപ്പീസ്. സെറ്റാഫിലിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല അതിൻ്റെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് അത്രയും ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ഹൈ പ്രൈസിൽ ഈ പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഫേസ് ക്ലെൻസ് ചെയ്ത് ടോണർ അപ്ലൈ ചെയ്ത് ഉടൻ തന്നെ ഒരു പ്രോഡക്റ്റും അപ്ലൈ ചെയ്യരുത്. ഈ ടോണർ നമ്മുടെ ഫേസിൽ വർക്കാവാൻ ടൈം എടുക്കും. അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ്സെങ്കിൽ ഇത് കംപ്ലീറ്റായി അബ്സോർബ് ആവണം. അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാവൂ. ആൻഡ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും നമ്മുടെ ലിപ്സ് ഏരിയയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് ടോണർ ഒരിക്കലും ഇവിടെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള സ്കിൻ എന്ന് പറയുന്നത് വളരെ തിൻ ആൻഡ് സോഫ്റ്റ് സ്കിന്നാണ്. ഒരിക്കലും ടോണർ അപ്ലൈ ചെയ്യരുത്. ആൻഡ് നമ്മുടെ ലിപ്സും അതുപോലെ തന്നെ ഒരിക്കലും ടോണർ അപ്ലൈ ചെയ്യരുത്. സോ ഡെയിലി മേക്കപ്പ് ചെയ്യാതെ ചെറിയൊരു ഗ്ലോ വേണം. ആൻഡ് നമ്മുടെ ഫേസിൽ എക്സ്ട്രാ റിഫ്രഷ് ആൻഡ് നമ്മുടെ പോർസ് എല്ലാം ഹൈഡ് ചെയ്യാൻ ചെറിയൊരു കുറച്ച് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം. ആൻഡ് ഡെയിലി അപ്ലൈ ചെയ്യാനും നമ്മുടെ ഫേസിലുള്ള ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് ഡെയിലി ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം. ക്ലെൻസർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ അപ്ലൈ ചെയ്യാം. മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ക്ലെൻസിങ്ങിനായി നിങ്ങൾക്ക് ടോണർ അപ്ലൈ ചെയ്യും. സെറ്റാഫിൽ ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ടോണറാണ് യൂസ് ചെയ്യുന്നത്. സെറ്റാഫിൽ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് ബ്രൈറ്റ്നെസ് റിഫ്രഷ് ടോണറാണ്. ഈ ടോണർ സ്പ്രേ ടൈപ്പ് ടോണറല്ല. സോ നമ്മൾ ഇതുപോലെ കോട്ടൺ പാഡിലെടുത്ത് നമ്മുടെ ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യുക. ഈ പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്യുന്ന 5 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, വീക്കെൻഡ് സ്കിൻ, ഡൾ സ്കിന്ന് നമ്മൾ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷാണ് ഈ പ്രൊഡക്റ്റ് നൽകുന്നത്. സെക്കൻഡ് വൺ, ഡ്രൈനെസ്. ചില കോമ്പിനേഷൻ സ്കിന്നായാലും നോർമൽ സ്കിന്നായാലും ഡ്രൈ സ്കിന്നായാലും ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം എക്സ്ട്രാ ഡ്രൈനെസ് ആവും. സോ ആ സമയത്ത് നമ്മൾ ഈ സെറ്റാഫിൽ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രൈനെസ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇത് pH ബാലൻസ് റീസ്റ്റോർ ചെയ്ത് ഫേസിന് നല്ലൊരു ഹൈഡ്രേഷൻ നൽകുന്നുണ്ട്. അതുപോലെ റഫ്നെസ്, ടൈറ്റ്നെസ്, ഇറിറ്റേഷനും ഒന്നുമില്ല. സോ ഇത് ഞാൻ ആദ്യം ചെയ്തിരുന്നത് ഫേസ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോണറാണ് അപ്ലൈ ചെയ്തത്. ഈ വീഡിയോ എന്താ വെച്ചാൽ ഞാനൊരു മേക്കപ്പ് ലുക്ക് ചെയ്തിരുന്നു. അത് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. മൈസ്ലർ വാട്ടർ യൂസ് ചെയ്ത് മേക്കപ്പ് റിമൂവ് ചെയ്തു. സെറ്റാഫിൽ ക്ലെൻസർ യൂസ് ചെയ്ത് അതിനുശേഷം ഞാനിവിടെ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ടോണർ അപ്ലൈ ചെയ്യാൻ കാരണം മേക്കപ്പ് റിമൂവ് ചെയ്യാൻ നമ്മൾ മൈസ്ലർ വാട്ടർ 2 ടൈംസ് യൂസ് ചെയ്തു. അതിനുശേഷം ക്ലെൻസർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് കൂടുതൽ ഡ്രൈ ആവുകയും ചെയ്തു. സോ നമുക്കത് റീസ്റ്റോർ ചെയ്യാൻ ആൻഡ് നമ്മുടെ ഫേസിലെ എക്സ്ട്രാ ക്ലെൻസിങ് പ്രോസസ്സ് നടത്താനും കൂടിയിട്ടാണ് ഞാൻ ടോണർ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ഇൻഗ്രീഡിയൻറ്റ് നൈസിനമൈഡ്. അതെല്ലാവർക്കും അറിയാം, സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ഗ്ലിസറിൻ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ വരുത്താൻ ഗ്ലിസറിൻ മാത്രം കഴിയുള്ളൂ. സോ ഇതുപോലെ എക്സ്ട്രാ ക്ലെൻസിങ് പ്രോസസ്സ് ചെയ്യാനും കൂടിയിട്ടാണ് ഞാൻ ടോണർ ഇപ്പോൾ അപ്ലൈ ചെയ്തിരുന്നത്. സോ ടോണറിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. Thanks for watching. See you next video.